അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫറദിസ് സമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله في الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدًا صلى الله عليه وآله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا النجوم انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. كلا بل تكذبون بالدين إن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين. وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. صدق الله صدق الله صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم صلى الله عليه وآله وأصحابه وسلم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وآله وأصحابه وسلم والله الذي لا إله إلا هو إني لرسول الله إليكم خاصة
وإلى الناس كافة والله لتموتن كما تنامون ولتبعثن كما تستيقظون ولتحاسبن بما تعملون ولتجزون بإحسان إحسانا وبالسوء سوءا صدق الرسول الكريم صلى الله عليه وآله وأصحابه وسلم اللهم صل وسلم وبارك اللهم صل وسلم وبارك اللهم صل وسلم وبارك على رسولك نبينا وسيدنا وحبيبنا ومحبوبنا ومعشوقنا ومرشدنا ومصطفانا ومجتبانا ومنجينا وهادينا وقرة أعيننا وثمرة فؤادنا محمد النبي الأمي نبي الرحمة وأزواجه وذريته وأهل بيته وأصحابه أجمعين. അഭിവന്യരായ മുഅ്മിനീങ്ങളെ, സ്നേഹമുള്ള എൻ്റെ ജ്യേഷ്ഠാനുജന്മാരായ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉമ്മപെങ്ങന്മാരായ സഹോദരിമാരെ, ദീനിൻ്റെ വിളിയാളം കേട്ട് പരിശുദ്ധ റമദാനിൻ്റെ ഈ വിശുദ്ധ രാവിനെ അള്ളാഹുവിന് വേണ്ടി ഹയാത്താക്കാനുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നഗരാന്തരങ്ങളിൽ നിന്ന് ഈ പാറപ്പുറത്തേക്ക് ഒഴുകിയെത്തിയ എൻ്റെ സ്നേഹ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെൻ്റെ ഹൃദ്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് അള്ളാഹുവിൻ്റെ സദസ്സാണ്. ഞാനത് ആത്മാർത്ഥമായി പറയുന്നു. പൂർണ്ണമായും ദീനിൻ്റെ സദസ്സാണ്. മറ്റൊരു ഉദ്ദേശം ഇത് സംഘടിപ്പിച്ചവർക്കില്ല, ഈ പറയുന്നവനുമില്ല, കേൾക്കാൻ വന്ന നിങ്ങൾക്കുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. എങ്കിൽ പിന്നെ ഇതെന്തിൻ്റെ സദസ്സാണ്? ഇത് റബ്ബിൻ്റെ സദസ്സാണ്. വളരെ ഗഹനമായ, കടൽ പോലെ ആഴമുള്ള, അതേ കടൽ പോലെ പരപ്പുമുള്ള ഒരു വിഷയം നമുക്ക് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ കിടക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഈ വിനീതൻ നടത്തിയിട്ടുള്ള ഒരുക്കപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നാളെ കൊണ്ട് പോലും ഈ വിഷയം അവസാനിക്കുമോ എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. വിഷയമല്ല, ഞാൻ കണക്കാക്കി പോയിന്റ് കുറിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ പരിപാടിയിലെ നിശ്ചയപ്രകാരം നാളെ കൊണ്ട് അവസാനിക്കുമോ എന്ന് പറയാൻ സാധിക്കില്ല. സംഘാടകരായ സുഹൃത്തുക്കൾക്ക് ആഗ്രഹമുണ്ട് നാളെ കൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ ഒരു ദിവസവും കൂടി നടത്തണം എന്ന്. പക്ഷേ സ്വതവേ ശാരീരികമായി വളരെ അസ്വാസ്ഥ്യങ്ങളുള്ള, ഒരുപാട് രോഗങ്ങളുടെ ഒരരയായ എന്നെക്കൊണ്ടതിന് കഴിയുമോ എന്നെനിക്കറിയില്ല. കഴിഞ്ഞാലൊരു പക്ഷേ നമുക്ക് ആലോചിക്കാം. വിഷയം തീർന്നു പോയാൽ നാളെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. വിഷയവും തീർന്നില്ല, മറ്റന്നാൾ സംസാരിക്കാൻ വിഷമവുമാണെങ്കിൽ ഈ വിഷയം വേറെ എവിടെയെങ്കിലും വെച്ച് പ്രസംഗിച്ച് തീർക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് എന്നതൊരു കാര്യം. മറ്റൊരു കാര്യം, ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിന് വേണ്ടി ധാരാളം പഠിച്ച് വായിച്ചിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങൾ വിദേശത്ത് നിന്ന് വരെ വരുത്തിച്ചിട്ടുണ്ട്. അമേരിക്ക മുതൽ പാകിസ്ഥാൻ വരെ സയൻസുമായും ഏറ്റവും പുതിയ പ്രപഞ്ചത്തിന്റെ അന്ത്യവുമായും ബന്ധപ്പെട്ട പഠനങ്ങളെ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് എൻ്റെ സഹോദരങ്ങൾക്ക് പകർന്നു തരാൻ എൻ്റെ ഹൃദയം തിടുങ്ങുകയാണ്. ഞാൻ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ 14 നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടാകുമെന്ന് ആമിന ബീവിയുടെ മോൻ മരുഭൂമിയുടെ ഏകാന്തതയിൽ വെച്ച് ലോകത്തോട് പറഞ്ഞത് 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം അംഗീകരിക്കുന്ന സത്യം നിങ്ങളുമായി പങ്കുവെക്കാൻ എൻ്റെ ഹൃദയം തിടുങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പിന്നെയും പ്രാർത്ഥിക്കുന്നു. 2-3 കാര്യങ്ങൾ ഉപക്രമമായിട്ട് സൂചിപ്പിക്കാനുണ്ട്. ഞാൻ വളരെ ചുരുക്കത്തിൽ ഇത് സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ കാര്യം,
നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ നല്ല നീയത്തോടു കൂടി വേണം ഇരിക്കാൻ. വെറുതെ ഒരു പ്രസംഗം കേൾക്കാൻ വന്ന മാതിരി ആരും ഇരിക്കരുത്. പരിശുദ്ധ റമദാനിലെ രാത്രിയിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇതൊരു ദീനിന്റെ മജ്ലിസാണ്. ആ ബോധത്തോടുകൂടി മാത്രമേ എൻ്റെ ഓരോ സഹോദരനും ഇവിടെ ഇരിക്കാവൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഇരുത്തം തന്നെ സാലിഹായ ഒരു അമലാണ്. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് വന്നതിൻ്റെ മുഴുവൻ പുണ്യവും നിങ്ങൾക്കും ലഭിക്കണം, നമുക്കെല്ലാവർക്കും ലഭിക്കണം. അതിനുവേണ്ടി നീയത്തോടുകൂടി ഇരിക്കുക. ആ നീയത്തോടുകൂടി ഇരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവെ സ്തുതിക്കാതെ ആരും ഇവിടെ ഇരിക്കരുത്. അതെൻ്റെ ഒരാഗ്രഹമാണ്. അതെന്താണ് ഇത്ര പറയാനെന്ന് ചോദിക്കും. അത് പറയേണ്ട അടിസ്ഥാനപരമായ കാര്യമായതുകൊണ്ട് പറയുകയാണ്. അൽഹംദുലില്ലാഹ് എന്ന് ഒരു വട്ടമെങ്കിലും എല്ലാവരും ചൊല്ലണം. ഒരു പ്രയാസമുള്ള വചനമല്ലല്ലോ അത് ചൊല്ലാൻ. അൽഹംദുലില്ലാഹ് അത് ചൊല്ലാൻ എന്ത് ചെലവ്? ഒരു ശ്വാസത്തിന്റെ ചെലവ് പോലുമില്ല. അത് ഒരു വട്ടമെങ്കിലും ചൊല്ലാതെ ആരും ഈ മജ്ലിസിൽ ഇരിക്കരുത് എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അള്ളാഹു ചെയ്തു തന്ന ഈ സഹായവും സൗകര്യവും കാരുണ്യവും അനുഗ്രഹവും ഇതൊക്കെ അനുഭവിച്ചിട്ട് അവനെ സ്തുതിക്കാതിരിക്കുന്നത് എത്ര വലിയ നന്ദികേടായിരിക്കും. പ്രസംഗിക്കുന്നവന് മാത്രമുള്ള കടമയല്ല റബ്ബിനെ സ്തുതിക്കുക എന്ന ബാധ്യത. അത് കേൾക്കാൻ വന്ന ഓരോ സഹോദരന്റെയും ബാധ്യതയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവെ സ്തുതിക്കണം. അവന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കൂടാൻ കഴിയുമായിരുന്നോ? പരിശുദ്ധ റമദാനിൽ എന്ന് മാത്രമല്ല വേറെ ഏത് സമയത്തെങ്കിലും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിരുന്നോ? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ ലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ ലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വതബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ നഹ്നുൽ ലാ ജാഊക മുസ്ലിമീന. അല്ലാഹുവേ, ഞങ്ങൾ മുസ്ലിംകളായി നിന്റെ സവിധത്തിൽ അണഞ്ഞിരിക്കുകയാണ്. നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്ന് ഹിദായത്ത് കിട്ടാൻ നാഥ? നീ ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ദീൻ അംഗീകരിക്കാൻ നാഥ? നീ ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് നാഥ നിന്റെ ദീനിനെ പുണരുക? നീ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ദീനിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയുമോ? ഞങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയുമോ? ലൗലാ അൻത മഹ്തദൈനാ ലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നത് പോലും നീ ഉണ്ടായിട്ടാണ്. നിസ്കാരം അത്ര വലിയ അനുഗ്രഹമാണ്. നിസ്കാരം അത്ര വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നീ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. അല്ലാഹു ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കൂടാൻ കഴിയില്ല, പറയാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. അവന്റെ അനുഗ്രഹമില്ലെങ്കിൽ അല്ലാഹുവിങ്കലേക്കൊരു തിരിച്ചുപോക്കിനുള്ള പ്രേരണയും സഹായവും നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഉത്ഭൂതമാകണം. തിരമാലയുടെ ഓരോ ഗാനത്തിലും അവന്റെ നാദമുണ്ടെന്റെ യുവ സഹോദര. കിഴക്കുദിക്കുന്ന ഓരോ സൂര്യോദയത്തിലും അവന്റെ ഉജ്ജ്വലമായ സന്ദേശത്തിന്റെ ഉഷ്ണമുണ്ടെന്റെ സഹോദര. അതാ അങ്ങകലെ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രഗോളത്തിലൂടെ ഒഴുകി വരുന്ന നിലാവിന്റെ അലകളിൽ അവന്റെ മഹാത്മ്യത്തിന്റെ മൊഴിയുണ്ടെന്റെ സഹോദര. ഓരോ വിരിയുന്ന പൂവിലും ഓരോ കരയുന്ന കുഞ്ഞിലും ഓരോ പാല് കുടിക്കുന്ന പൂച്ചക്കുട്ടിയുടെ മനസ്സിലും എല്ലാം അവന്റെ മുത്തുമൊഴിയുണ്ടെന്റെ സഹോദര. അവനില്ലെങ്കിൽ ലോകമില്ല, അവനില്ലെങ്കിൽ നമ്മളില്ല, അവനില്ലെങ്കിൽ നമ്മുടെ അനക്കമില്ല, അവനില്ലെങ്കിൽ ഈ കയ്യുകൾക്ക് ചലനമില്ല, അവനില്ലെങ്കിൽ ഈ നാവിന് ശബ്ദമില്ല, അവനില്ലെങ്കിൽ നമ്മുടെ സകലമാന വ്യവഹാരങ്ങളും അപകടത്തിലാണ്. അതുകൊണ്ട് റബ്ബന അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ ലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. അല്ലാഹുവേ, നീ ഇല്ലെങ്കിൽ ഞങ്ങളുണ്ടോ? അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ആദ്യത്തെ കടമ. പടച്ചവനെ അറിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി. ആർക്കാ സമയം? ആർക്കാണ് അള്ളാഹുവിനെ അറിയാൻ സമയം? നൂറുകൂട്ടം സ്വന്തം കാര്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവസാനം മരിക്കണ സമയം വരുമ്പോഴേ അള്ളാഹുവിനെ അറിയുള്ളൂ. അതിനു മുമ്പ് തന്നെ അറിയാനുള്ള ഒരു ശ്രമം നടത്തണം. അള്ളാഹുവിനെ കുറിച്ചൊരു കവി എഴുതിയ 2 വരി ഞാൻ ഈ സദസ്സിൽ എൻ്റെ സഹോദരങ്ങളെ കേൾപ്പിക്കാം. മഖ്ലൂഖ് ബേശുമാർ ഹേ ലേക്കിൻ ഖുദാ ഹേ ഏക്, മഖ്ലൂഖ് ബേശുമാർ ഹേ ലേക്കിൻ ഖുദാ ഹേ ഏക്, ഹജത് തലബ് ബഹുത് സേ ഹേ ഹജത് റവാ ഹേ ഏക്,
उसकी तजल्लियात के जलवे है गो हजार, इस दिल के आईने में तो जलवा नुमा है एक, हर चंद बेशुमार है मखलूक कायनात, इन लाखों मायनों में नजर आ रहा है एक, हजत रवा तमाम ज़माना का एक है कश्तियाँ हजार मगर ना खुदा है एक, है ज़ात वहद के सिवान कौन चार साज, दोनों जहां में मेरे लिए आसरा है एक, മഖ്ലൂക്ക് ബേശുമാർ ഹേ, പടക്കപ്പെട്ട പടപ്പുകൾ ധാരാളമാണ്, ഖുദാ ഹേ ഏക്, പടച്ചവൻ ഒന്ന് മാത്രമാണ്. ഹജത്ത് തലബ് ബഹുത് സഹേ, ആവശ്യങ്ങൾ തേടാൻ ധാരാളമുണ്ട്. ഹജത്ത് റവാ ഹേ ഏക്, ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നവൻ ഒരുവൻ മാത്രമാണ്. ഉസ്കി തജല്ലിയാത് കെ ജൽവേ ഹേ ഗു ഹസാർ, ആയിരക്കണക്കിനാണ് അവന്റെ അരുണകിരണങ്ങൾ. ഇസ് ദിൽ കെ ആയിനെ മേ തോ ജൽവാനുമാ ഹേ ഏക്, പക്ഷേ ഈ ഹൃദയത്തിൽ തിളങ്ങുന്നത് ഒരുവൻ മാത്രമാണ്. ഹർ ചന്ദ് ബേശുമാർ ഹേ മഖ്ലൂഖ് കായിനാത്ത്, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ധാരാളമാണ്. ഈ ലക്ഷക്കണക്കിന് കണ്ണാടികളിൽ തെളിയുന്നത് ഒരേ ഒരുവന്റെ അസ്തിത്വം മാത്രമാണ്. എന്തോ ഒരു രസകരമായ സംഗതി, ലക്ഷക്കണക്കിന് കണ്ണാടികളിൽ തെളിയുന്നത് ഒരേ ഒരുവന്റെ അസ്തിത്വം മാത്രമാണ്. അതാണ് ഈ വിനീതൻ നേരത്തെ പറഞ്ഞത്, കിഴക്കുദിക്കുന്ന സൂര്യോദയം, പടിഞ്ഞാറിന്റെ അസ്തമയം, ചന്ദ്രന്റെ നിലാവ്, പൂക്കളുടെ സുഗന്ധം, പ്രപഞ്ചത്തിന്റെ ചലനം, അണ്ടകടാഹത്തിന്റെ അനക്കം, മനുഷ്യഹൃദയങ്ങളുടെ തന്ത്രവിദ്യകൾ, ജീവന്റെ പ്രഭവ കേന്ദ്രം, ആത്മാവിന്റെ പ്രസരണ കേന്ദ്രം, മാനവ ജീവിതത്തിന്റെ പ്രപഞ്ച ചലനത്തിന്റെ സകലമാന ഘട്ടങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട്, സകലമാന ബിന്ദുക്കളെയും സ്വാധീനിച്ചുകൊണ്ട് ഒരു ശക്തി നിലകൊള്ളുകയാണ്. അവൻ ഏകനാണ്, അവൻ ഒന്ന് മാത്രമാണ്, അവന് പങ്കുകാരനില്ല, അവന് കൂട്ടാളിയില്ല, അവന് കൂട്ടുകാരനില്ല, അവൻ ഒന്ന് മാത്രമാണ്, ഒന്നേ ഒന്ന് മാത്രമാണ്. കപ്പലുകൾ ആയിരങ്ങളാണ്, പക്ഷെ കപ്പിത്താൻ ഒന്ന് മാത്രമാണ്. ഈ ലോകമൊരു കപ്പലാണെങ്കിൽ ഇതിനെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പിത്താൻ ഒന്ന് മാത്രമാണ്. ഒരേ ഒരു കപ്പിത്താൻ, അത് നീ മാത്രമാണ്. നിന്റെ കയ്യിലല്ലോ കപ്പൽ, നിന്റെ കയ്യിലല്ലോ ചങ്ങാടം, നിന്റെ കയ്യിലല്ലോ എല്ലാറ്റിന്റെയും മൂക്കുകയർ. നീ പിടിച്ചാൽ അവിടെ നിൽക്കാത്ത നൗകയുണ്ടോ? നീ നിയന്ത്രിച്ചാൽ കിട്ടാത്ത ലോകമുണ്ടോ? നീ പിടിച്ചു കെട്ടിയാൽ കറക്കം നിർത്താത്ത ഒരു ഗ്രഹമുണ്ടോ? നീ മരിപ്പിക്കാൻ ശ്രമിച്ചാൽ വീണങ്ങ് അനങ്ങാതെ കിടക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യ ദേഹമുണ്ടോ? ഇല്ല തമ്പുരാനെ, നീയല്ലാതെ ഒരു നാഥനില്ല. ഈ അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ട്, അവനെ അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് ജീവിക്കാൻ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് എൻ്റെ ആദ്യത്തെ അപേക്ഷ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കണം. രണ്ടാമത്തേത്, സലാത്തിനെ ഒരു അവസരത്തിലും നിങ്ങൾ മറന്നു പോകരുത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, നിരവധി തവണ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. സലാത്ത്, ഈ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആ പ്രവാചകനോട് നന്ദി കേട് കാണിക്കരുത്. റസൂലില്ലെങ്കിൽ അള്ളാഹ് ആരും അറിയില്ല, നിങ്ങളും ഞാനും അറിയില്ല. ആമിന ബീവിയുടെ മോൻ എന്നൊരൊറ്റ ഗേറ്റേ ഉള്ളൂ, അള്ളാഹു എന്ന ആ മഹത്തായ നിധിയിലേക്ക് കടക്കാൻ വേറെ ഗേറ്റില്ല. ഒറ്റ കവാടം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. റസൂലാകുന്ന ഗേറ്റ് കടക്കാതെ പടച്ചോനറിയാൻ ഒരു വഴിയില്ല. ഈ ലോകത്ത് എത്ര ആളുകൾ ഈശ്വരവിശ്വാസികളുണ്ട്, അവർക്കൊന്നും ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. എന്താ കാരണം? മുഹമ്മദ് നബി അറിഞ്ഞില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലിനോട് നന്ദി കാണിക്കണം. റസൂലാണ് നമുക്കിത് കൊണ്ടുവന്ന് തന്ന ആള്. ഒരു വലിയ നിധി നിങ്ങൾക്കൊരാൾ കൊണ്ടുവന്നാൽ ആ നിധിയോട് മാത്രമല്ല കൂറ് കാണിക്കേണ്ടത്, നിധി കൊണ്ടു തന്ന ആളോട് കൂറ് കാണിക്കണം. ആ ആളില്ലെങ്കിൽ എവിടുന്ന് കിട്ടാൻ ഈ നിധി? പ്രവാചക തിരുമേനിക്ക് സലാത്ത് ഒരു കടം വീട്ടലാണ്. റസൂല് കാട്ടിത്തന്ന ഉപകാരത്തിന്, റസൂല് ചെയ്തു തന്ന കാരുണ്യത്തിന്, റസൂലിന്റെ വകയായി ലഭ്യമായ അനുഗ്രഹത്തിന് പകരം സലാത്ത്. ആ പേര് എപ്പ മുഴങ്ങുന്നോ അപ്പ സലാത്ത്. ഇത്രയേറെ ആയിരങ്ങൾ ഇവിടെ ഇരുന്നിട്ട് സലാത്ത് ചൊല്ലിയാൽ എനിക്ക് ഉറപ്പാണ് ഈ സദസ്സ് ആ ഒറ്റ കാരണം കൊണ്ട് അനുഗ്രഹിക്കപ്പെടും. എനിക്കതിൽ ലവലേശം സംശയമില്ല, ലവലേശം ഒരു ഇഞ്ച് സംശയമില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒന്നടങ്കം ചൊല്ലുന്ന സലാത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കും മരിച്ചു ചെന്നാൽ ഖബറിലേക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കും ഒരു വലിയ നിധിയായിരിക്കും.
സലാത്തൊരു പരിചയാണ്, വെട്ടുവരുമ്പോൾ തടുക്കാനുള്ള പരിച. ദുനിയാവിലെ മാത്രമല്ല ആഖിറത്തിലെ വെട്ടും തടുക്കാൻ സലാത്ത് എന്ന പരിച കൊണ്ട് സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചില്ലേ അല്ലാഹുവിൻ്റെ റസൂൽ? നാളെ എൻ്റെ ശഫാഅത്തിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയവർക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അപ്പോൾ റസൂലിൻ്റെ പേരിൽ റസൂലിൻ്റെ ശഫാഅത്ത് പോലും കിട്ടൽ സലാത്തിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ആഖിറത്തിലെ വെട്ടും തടുക്കാൻ സലാത്ത് എന്ന പരിച കൊണ്ട് സാധിക്കും. അതുകൊണ്ട് സലാത്തിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തെ സംഗതി ഉപക്രമത്തിൽ പറയാനുള്ള ഇതൊരു വിഷയം വെച്ചിട്ടുള്ള ചർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഒരു ആവേശപ്രസംഗം പ്രതീക്ഷിക്കരുത്. ആവേശമുണ്ടാക്കുന്ന പ്രസംഗവും വിഷയം വെച്ചിട്ടുള്ള പഠന പ്രസംഗവും രണ്ടും രണ്ടാണ്. പ്രസംഗം കേൾക്കുന്നവരും ചെയ്യുന്നവരും അടങ്ങിയിട്ടുള്ള ഒരു വലിയ സദസ്സാണിത്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊക്കെ അംഗീകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആവേശമുണ്ടാക്കുന്ന പ്രസംഗവും പഠനപ്രധാനമായ പ്രസംഗവും രണ്ടും രണ്ടാണ്. ഇതിൽ വല്ലാതെ ആവേശം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഈ മേശപ്പുറത്ത് നിറയെ കുറിപ്പുകളാണ്. ഇത് വെച്ചിട്ട് വേണം സംസാരിക്കാൻ. പ്രത്യേകിച്ച് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടി ആയതുകൊണ്ട് ഈ കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടേ മുന്നോട്ട് പോകാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കണം. ആവേശം പ്രതീക്ഷിച്ചിരുന്നിട്ട് ആവേശമില്ലല്ലോ എന്ന് പറഞ്ഞു പോകരുത്. ആവേശമല്ല ആവശ്യം, ചിന്തയാണ്, പഠനമാണ്. നല്ലോണം മനസ്സുറപ്പിച്ചിരുന്നാലേ ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയൂ. ഇത് കുറച്ച് സങ്കീർണമായ കാര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി സഹകരിച്ചാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഈ വിഷയത്തെ അതിൻ്റെ വിജയത്തിലെത്തിക്കാം. അതാണ് മൂന്നാമത്തെ സംഗതി. അടുത്ത ഇനം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിവന്ദനായ ഉദ്ഘാടകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുകളോട് സൂചിപ്പിച്ചതുപോലെയും ദുആ ചെയ്തതുപോലെയും നിങ്ങളൊക്കെ ഈ പരിപാടിയുടെ പ്രചാരണങ്ങളിലൂടെ അറിഞ്ഞിരിക്കാൻ ഇടയായിട്ടുള്ളതുപോലെയും ഇതൊരു വിശുദ്ധനായ പണ്ഡിതന്റെ നാമധേയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സദസ്സിലാണ് ഈ യോഗം ചേർന്നിട്ടുള്ളത്. അദ്ദേഹം എൻ്റെ പിതാവ് എന്നതുകൊണ്ട് പറയുകയല്ല, ഒരു പണ്ഡിതനും ആബിദുമായ മനുഷ്യനായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നതിനേക്കാൾ ഗുരുവായിരുന്നു, എൻ്റെ ഉസ്താദായിരുന്നു. അതുകൊണ്ട് എൻ്റെ വായിലൂടെ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം കേൾക്കുന്നുവെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ഖബറിൽ കിടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടുള്ള ഈ സദസ്സും ഈ സദസ്സിലെ സകലമാന ദുആകളുടെ അനുഗ്രഹങ്ങളും അള്ളാഹുവേ, നീ ആ വേർപിരിഞ്ഞു പോയ മാതാപിതാക്കളോടുള്ള കടമ പാലിക്കുക എന്നത് ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കളോടുള്ള കടമയില്ലെങ്കിൽ നമ്മളില്ല. മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കടമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മരിച്ചുപോയ ഒരാൾ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുമത്രേ. നിലയില്ലാത്ത വെള്ളത്തിൽ കിടന്ന് മുങ്ങിത്തപ്പുന്ന ആൾ ആഗ്രഹിക്കുന്ന പോലെ, ഒരു പിടിവള്ളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ ഭൂമിയിലെ ബന്ധുക്കൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഭൂമിയിലെ ബന്ധുക്കൾ എന്നെ ഓർക്കുന്നുണ്ടോ? അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെന്നെക്കുറിച്ച് അള്ളാഹുവിനോട് കേണ് പറയുന്നുണ്ടോ? അവർ അള്ളാഹുവിൻ്റെ മുമ്പാകെ എൻ്റെ കാര്യങ്ങൾ ഉണർത്തിക്കുന്നുണ്ടോ എന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, മരിച്ചുപോയ ആള് ഒരു പിടിവള്ളിക്ക് വേണ്ടി വെള്ളത്തിൽ മുങ്ങിത്തപ്പുന്നവൻ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിച്ചു പോകുമെന്ന് റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. റസൂൽ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്, മരിച്ചവരോടുള്ള കടമ പാലിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും മാതാപിതാക്കളെ ഓർക്കണം. ഞാൻ എൻ്റെ പിതാവിനെ പറ്റി പറയുമ്പോൾ അത് എൻ്റെ പിതാവിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഒക്കെ പിതാക്കൾക്ക് വേണ്ടിയാണ്. അതെൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. ഞാൻ മാത്രമല്ല ഒരു മരിച്ചുപോയ വാപ്പാൻ്റെ മകൻ. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകളെ ഓരോരുത്തരങ്ങോട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വാപ്പ മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിലുണ്ടാവും. ഉമ്മ മരിച്ചുപോയ ആളുകൾ മരണല്ലേ എന്നും നടക്കുന്നത്. ഇവിടുത്തെ വിഷയം അതാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് കടന്നു വരുന്നത് 2 മരണവാർത്ത കേട്ടിട്ടാണ്. ഇപ്പം കടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ അങ്ങോട്ട് പുറപ്പെടാൻ നേരത്ത്, അതിന് മുമ്പല്ല, പ്രസംഗിക്കാൻ പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 മരണവാർത്തയെ കേട്ടത്. ഒന്നൊരു സുഹൃത്തിൻ്റെ കുടുംബത്തിലെ ഒരു മരണവാർത്ത, ഒന്ന് എൻ്റെ കുടുംബത്തിലെ ഒരു മരണവാർത്ത. ഈ യോഗം ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പോകേണ്ട കേസാണ്. എൻ്റെ അളിയൻ്റെ ഉമ്മ
എൻ്റെ സഹോദരന്മാരെ, നമ്മളിങ്ങനെ ദിനേന മരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാക്കട്ടെ. മരിക്കാൻ എപ്പോഴാണ് അവധി എന്നറിയില്ല. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. മരിച്ചുപോയവർക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പകാലത്ത് അവരെന്നെ വളർത്തിയതുപോലെ അല്ലാഹുവേ നീ അവർ രണ്ടുപേരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളോടുള്ള കടമ പറയുമ്പോൾ ഞാൻ ചരിത്രത്തിലെ ഒരു സംഭവം ഓർത്തു പോവാണ്. വെറും വിഷയം എങ്ങനെ പറഞ്ഞാലും ഉണങ്ങിപ്പോവല്ലോ ചർച്ച. അതുകൊണ്ട് ഇടയ്ക്കൊരു കഥയും കിടക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥ, കെട്ടുകഥയും ഐതിഹ്യമൊന്നുമില്ല. റസൂല് പറഞ്ഞ കഥ ചരിത്ര സംഭവമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കഥ പറയുകയാണ്. യഹൂദന്മാർക്കിടയിൽ ഒരു ഭക്തനായ സന്യാസി ഉണ്ടായിരുന്നു. മുമ്പ് കാലത്തെ, ഇപ്പോഴത്തെ യഹൂദികളെ കുറിച്ചല്ല പറയണത്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവെ അംഗീകരിച്ചുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന നല്ലവരായ ആളുകൾക്കിടയിലെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മീയമായി വളരെയേറെ ഉയർന്ന ആളായിരുന്നു. പേര് ജുറൈജ് എന്നായിരുന്നു. ജുറൈജ് ഒരു കുന്നിന്റെ മുകളിൽ ഒരു പർണശാല കെട്ടിയിരിക്കുകയാണ്. ലോകവുമായി ബന്ധമില്ല, ആളുകളുമായി ബന്ധമില്ല, സദാ ആരാധനകളിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജുറൈജിനെ കാണാൻ ഒരു ദിവസം ജുറൈജിന്റെ ഉമ്മ വന്നു, മാതാവ് വന്നു. മോനെ ജുറൈജേ, ഉമ്മ വിളിച്ചു നോക്കി. നമസ്കാരത്തിന്റെ ഇടയിലായിരുന്നത് കൊണ്ട് ജുറൈജ് മറുപടി പറഞ്ഞില്ല. മാതാവിനെ തിരിഞ്ഞു നോക്കിയില്ല. മാതാവ് തിരിച്ചുപോയി. മകനെ കാണാനുള്ള ആഗ്രഹത്തോടെ വന്ന മാതാവ് തിരിച്ചുപോയി. രണ്ടാമത് ഉമ്മ വീണ്ടും മകനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി വന്ന് മകൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പർണശാലയുടെ കൂടാരത്തിന്റെ വാതിൽക്കൽ മുട്ടുകയാണ്. മോനെ ജുറൈജേ, എന്റെ മോനെ ജുറൈജേ. അവിടെ നിന്ന് മറുപടി വരുന്നില്ല. മകൻ ഇബാദത്തിലാണ്, അല്ലാഹുവിന് ആരാധനകൾ അർപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രണ്ടാമതും ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഈ ഉമ്മ ശപിച്ചുവത്രേ, 2 വട്ടം ഞാൻ കാണാൻ വന്നിട്ട് എനിക്ക് കാണാൻ ഒരവസരം തരാതിരുന്ന ഇവനെ അല്ലാഹുവേ നീ ശപിക്കണേ. ഒരു വേശ്യയെ കണ്ടുകൊണ്ടല്ലാതെ ഇവനെ നീ മരിപ്പിക്കല്ലേ എന്റെ നാഥ എന്ന് ഈ ഉമ്മ മകനെതിരെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വേശ്യയെ കണ്ടുകൊണ്ടല്ലാതെ ഇവനെ നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ആള് വലിയ സാത്വികനാണ്. ആള് അല്ലാഹുവെ ഓർത്തുകൊണ്ട് എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നവനാണ്. തെറ്റുകുറ്റങ്ങളിലേക്ക് നടന്നു നീങ്ങാത്തവനാണ്. പക്ഷേ മാതാവിന്റെ ശാപം, ഉമ്മാന്റെ കുരുത്തക്കെട്, അത് ആ സമയത്ത് ഈ മകനെ ബാധിച്ചു കുടുങ്ങുകയാണ്. ആരാധനകളിൽ മുഴുകി ജുറൈജ് അങ്ങനെ ദിനങ്ങളും രാത്രികളും ചെലവഴിക്കവേ ഒരു ദിവസം നാട്ടിലെ പ്രമുഖന്മാർ യോഗം ചേർന്നുകൊണ്ടൊരു തീരുമാനമെടുത്തു. ജുറൈജ് ഒരു വലിയ ആളായിരിക്കുകയാണ്. ജുറൈജ് ഇത്ര വലിയ ആളാകാൻ പാടില്ല. ജുറൈജിനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ജുറൈജ് ഒരു കള്ള സന്യാസിയാണെന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കണം. ജുറൈജിനെ താഴ്ത്തിക്കെട്ടണം. അതിനുള്ള വഴി എന്താണ്? പ്രമുഖന്മാർ യോഗം ചേർന്ന് ആലോചന നടത്തിക്കൊണ്ടിരിക്കെ അവർക്കിടയിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പോംവഴി നിങ്ങൾ ആലോചിക്കണ്ട, ഞാൻ കണ്ടിട്ടുണ്ട് പോംവഴി. നാട്ടിൽ അറിയപ്പെടുന്ന വേശ്യയുണ്ട്, അതീവ സുന്ദരിയാണവൾ. അവളെ കണ്ടാൽ നോക്കാത്തവനില്ല, അവളേക്കൊന്ന് ചായാൻ ആഗ്രഹിക്കാത്തവനില്ല. അവളെ കൊണ്ട് വേണം ജുറൈജിനെ പാഠം പഠിപ്പിക്കാൻ. ഈ പ്രമുഖന്മാർ ചെന്ന് വേശ്യയായ പെണ്ണിനെ സ്വാധീനിക്കുകയാണ്. നീ ജുറൈജിനെ പ്രാപിക്കണം, നീ ജുറൈജിനെ പ്രേമിക്കണം, നീ ജുറൈജിനെ വശത്താക്കണം, നീ ജുറൈജിനെ സ്വന്തമാക്കണം, നീ ജുറൈജിന്റെ ആളാകണം, ജുറൈജ് നിന്റെ ആളാകണം. നാട്ടുകാർക്കിടയിൽ നീ ജുറൈജിന്റെ ആളായി അറിയപ്പെടണം, ജുറൈജ് നിന്റെ ആളായി അറിയപ്പെടണം. അതിനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പ്രമുഖന്മാർ യോഗം ചേർന്നറിയിക്കേണ്ട താമസം. കാണാൻ അതീവ സുന്ദരനാണ് ജുറൈജ്. പെണ്ണങ്ങ് മോഹിച്ചുപോയി. വേശ്യയാണ്, ഒരു അഡ്രസ് ഇല്ലാത്തവളാണ്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയവാദിയുടെ അഡ്രസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാണ് ആഗ്രഹിച്ചു പോകാത്തത്? അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാണ്. അവൾ ആ കരാറിൽ ഒപ്പുവെച്ചു. അവൾ അവരുടെ വാക്ക് കേട്ടു. ജുറൈജ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കൂടാരത്തിൽ കഴിയുകയാണ്. ജുറൈജിന്റെ വാതിൽക്കലതാ
മേക്കപ്പ് ചെയ്ത് ചമഞ്ഞ് കുണുങ്ങി കാർക്കൂന്തൽ ഇളക്കി നിതംബമാട്ടി പുരികത്തിന്റെ ചലനക്കൊടികളുമായി ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ വന്നുകൊണ്ട് പറയുന്നു, ജുറൈജേ കവാടം തുറക്കുമോ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് തെറ്റിലേക്ക് നീങ്ങാത്ത ജുറൈജ് ഒന്ന് നോക്കേണ്ട താമസം. അള്ളാഹുവിനെ ഭയപ്പെടുന്നു ഞാൻ. പെണ്ണെ നീ മാറിപ്പോകണം. പെണ്ണെ നിനക്കിവിടെ സ്ഥാനമില്ല. നിനക്കെന്റെ ഈ കൂടാരത്തിലേക്ക് പ്രവേശനമില്ല. നീ പോകണം. നീ എന്റെ കണ്ണിൽ നിന്ന് മാറണം എന്ന് ജുറൈജ് ആവശ്യപ്പെടുകയാണ്. ആ പെണ്ണങ്ങനെ അകന്നുപോയി. നിവൃത്തിയില്ലാതെ വീണ്ടും വീണ്ടും കെഞ്ചി നോക്കിയ ശേഷം അകന്നുപോയി. ജുറൈജിനോട് അഭ്യർത്ഥന നടത്തി, പലവിധ നാട്യങ്ങൾ നടത്തി നോക്കി, പല പല ജാടകൾ കളിച്ചു നോക്കി. വശത്താക്കാനുള്ള 18 ഒരുപാട് പുരുഷന്മാരെ മയക്കിയെടുത്ത അറിയപ്പെടുന്ന നാട്ടിലെ അറിയപ്പെടുന്ന വേശ്യ ജുറൈജ് എന്ന ഈ ആത്മീയ വ്യക്തിയെ തളർത്തിയിടാൻ, കീഴ്പ്പെടുത്താൻ, സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അവസാനവും കഴിയാതെ പോയപ്പോൾ അവളൊരു ശപഥം ചെയ്തു. അങ്ങനെ നീ എനിക്ക് വശത്താവുകയില്ലെങ്കിൽ ഞാനൊരടവ് കണ്ടിട്ടുണ്ട്. നിന്നെ ഞാൻ വീഴ്ത്തും, നിന്നെ ഞാൻ പേരുദോഷത്തിനിട വരുത്തും, നിന്നെ ഞാൻ 4 ആൾക്കിടയിൽ കുറ്റവാളിയാക്കും. ജുറൈജിന്റെ വീട്ടിന്റെ അടുത്തൊരു ഭൃത്യനായ ഇടയൻ ജീവിച്ചിരുന്നു. ഈ ഇടയന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഈ പെണ്ണ് പറഞ്ഞു, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എവിടെയോ കിടന്ന ഒരു ഇടയൻ, അവൻ അത്ഭുതപ്പെട്ടു പോയി. നാട്ടിൽ അറിയപ്പെടുന്ന സുന്ദരികളിൽ സുന്ദരിയായ ഈ പെണ്ണ് എന്നെ ആഗ്രഹിക്കുന്നുവോ? ഞാൻ തയ്യാർ. അങ്ങനെ അതാ ആ ദുർഭഗമായ നിമിഷത്തിൽ ഇടയനുമായി ഈ വേശ്യ ഇണചേരുകയാണ്. ഇണചേർന്നവൾ ഗർഭിണിയാവുകയാണ്. അവൾ നാടാകെ പ്രചരിപ്പിക്കുകയാണ്, ഈ ഗർഭത്തിന്റെ ഉടമ ജുറൈജാണ്, ജുറൈജാണിതിന്റെ ആള്, ജുറൈജാണിതിന്റെ ഉടമ. ആളുകൾക്കിടയിൽ പാട്ടായി, പ്രമുഖന്മാർ അംഗീകരിച്ചു. നന്നായി, അങ്ങനെ വേണം കാര്യങ്ങൾ വരാൻ. ഇപ്പൊ എവിടെ പോയി കള്ളസന്യാസി? എവിടെ പോയി പൂച്ച സന്യാസി? എവിടെ പോയി അവന്റെ ആരാധന? എവിടെ പോയി അവന്റെ കാപട്യം? എവിടെ പോയി അവന്റെ നാട്യം? എവിടെ പോയി അവന്റെ ജാട? എവിടെ പോയി അവന്റെ സുജൂദ്? എവിടെ പോയി അവന്റെ റുക്കൂഅ്? ഈ നല്ല മനുഷ്യനെ പരിഹസിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടി പ്രചാരണത്തിന്റെ പരിപാടികളിൽ മുഴുകവേ ഈ പെണ്ണ് പ്രസവിച്ചപ്പോൾ ആളുകൾ ചുറ്റും കൂടി. ജുറൈജിന്റെ കുട്ടി ഇടയനെ ആദ്യമേ പെണ്ണ് പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നു. നീയല്ല ജുറൈജാണ് ഈ കുട്ടിയുടെ പിതാവെന്ന് എല്ലാവരോടും നീയും പറയണം. ഇടയനും അതിന് സഹായങ്ങൾ നൽകി. അങ്ങനെ നാടാകെ ജുറൈജിന്റെ കുട്ടി എന്ന് പറഞ്ഞ കുട്ടിയെയും പിടിച്ചുകൊണ്ട് ഈ പെണ്ണ് ജുറൈജിന്റെ പർണശാലയിലേക്ക് പിന്നെയും ചെല്ലുകയാണ്. ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പറഞ്ഞ് സഹീഹ് ബുഖാരി ഉദ്ധരിച്ച സംഭവമാണിത്. കെട്ടുകഥയല്ല, ഐതിഹ്യമല്ല, കേട്ട് കേൾവിയല്ല, ഏതെങ്കിലും പണ്ഡിതൻ കിതാബിൽ എഴുതി വെച്ചതല്ല. അള്ളാഹുവിന്റെ റസൂല് നേരായ നാവുകൊണ്ട് പറഞ്ഞ സംഭവമാണ്. വാതിൽക്കൽ ചെന്നുകൊണ്ട് മുട്ടി, ജുറൈജേ വാതിൽ തുറക്ക്. പ്രതികാരത്തിന്റെ അഗ്നിയുമായിട്ട് ആ വേശ്യപ്പെണ്ണ് ജ്വലിക്കുകയാണ്. ജുറൈജിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ട് കിട്ടാത്തതിലുള്ള ദേഷ്യത്തോടെ, ആ ജുറൈജിനോട് പ്രതികാരമായല്ലോ എന്ന വിചാരത്തോടെ അവള് കുട്ടിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ജുറൈജേ നിന്റെ കുട്ടി. പിന്നാലെ ആളുകൾ ഒരുപാട് കൂടി. ഇറക്കൂ അവനെ ആ പർണശാലയിൽ നിന്ന്. ഇവനാണ് കള്ളൻ. ഇവൻ ഇന്നലെ വരെ ജനങ്ങളെ പറ്റിച്ചു. ഇവനൊരു വലിയ സാത്വികനായി ചമഞ്ഞു. ഇവൻ കള്ളനാണ്, ഇവൻ വ്യഭിചാരിയാണ്. പിടിച്ചിറക്ക്, എറിഞ്ഞ് കൊല്ലവനെ, നശിപ്പിക്കവനെ, അടിക്കവനെ വിളിച്ചു കൂവാൻ തുടങ്ങി. ഉടൻ തന്നെ ജുറൈജ് പറഞ്ഞു, 2 മിനിറ്റ് സമയം തരുമോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. ജുറൈജ് അവരോട് കെഞ്ചി, 2 മിനിറ്റ് സമയം തരുമോ? ആയിക്കോ. 2 മിനിറ്റ് ഒളു ചെയ്തുകൊണ്ട് ജുറൈജ് നമസ്കാരത്തിന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. സലാം വീട്ടി വന്നുകൊണ്ട് മഹാനായ ജുറൈജ് ഈ വേശ്യപ്പെണ്ണിന്റെ മാറത്തിരിക്കുന്ന കുട്ടിയുടെ നേരെ, ആ കുട്ടിയുടെ നാവിന്റെ നേരെ, എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടിയുടെ നേരെ വിരല് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, കുട്ടി പറ, ആരാ നിന്റെ പിതാവ്? സങ്കടപ്പെട്ടുകൊണ്ട്, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, ഹൃദയം നൊന്തുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഇബാദത്തല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത അള്ളാഹുവിന്റെ അടിമ കുട്ടിയുടെ നേരെ ചോദിക്കുന്നു, പറ മോനെ, ആരാ നിന്റെ പിതാവ്? തുറന്ന് പറ മോനെ, ആരാ നിന്റെ പിതാവ്? കൂടെ നിൽക്കുന്ന പ്രമുഖന്മാരെ വിളിച്ചു കൂവി. ഒരു പാവപ്പെട്ട പൈതൽ മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പ്രായത്തിൽ കുട്ടി എങ്ങനെ വർത്തമാനം പറയാൻ? ആ കുട്ടിയോടാണോ ഈ വിഡ്ഢി ചോദ്യം ചോദിക്കുന്നത്? ഇവന് തലക്ക് വട്ടാണ്. ഇവന് സംസാരിക്കാൻ ഈ കുട്ടിക്ക് ഇനി എത്ര കൊല്ലം കഴിയണം? അതിനിടയിൽ ഇവന്റെ ചോദ്യത്തിന് ആരുത്തരം നൽകാൻ? കുട്ടി പിന്നെയും കുട്ടിയോട് പതുങ്ങിയ സ്വരത്തിൽ ജുറൈദ് ചോദിച്ചു, മോനെ പറ,
ആരാ മോനെ നിന്റെ പിതാവ്? ആരാണ് മോനെ നിന്റെ പിതാവ്? അത്ഭുതകരമായ രീതിയിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. സംസാരത്തിന്റെ പ്രായത്തിലെത്താത്ത കുട്ടി വിളിച്ചു പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങളല്ല ഇടയനാണ്, എന്റെ പിതാവ് നിങ്ങളല്ല ഇടയനാണ്, ആ ഭൃത്യൻ ചെക്കനാണ്. ഉടൻ തന്നെ ആളുകളെല്ലാവരും വന്ന് ജുറൈജിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. കൗമ അതാണല്ലോ, കൗമ 2 മിനിറ്റ് കൊണ്ട് അങ്ങനെയും ചെയ്യും, 2 മിനിറ്റ് കൊണ്ട് ഇങ്ങനെയും ചെയ്യും. മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ജുറൈജെ മാപ്പാക്കണേ, ജുറൈജെ നിങ്ങൾ ഇത്ര വലിയ ആളാണെന്ന് ഞങ്ങൾ കരുതിയില്ല, ജുറൈജെ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ, ജുറൈജെ നിങ്ങളാണെന്ന് ഞങ്ങൾ കരുതിപ്പോയതാണ് ജുറൈജെ. അതുകൊണ്ട് ജുറൈജിന്റെ കൂടാരം പൊളിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു അവർ ബഹളത്തിനിടയിൽ. സ്വർണത്തിന്റെ ഒരു കൂടാരം നിങ്ങൾക്ക് ഞങ്ങൾ കെട്ടിത്തരാം എന്ന് പറഞ്ഞപ്പോൾ ജുറൈജ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർണവും വെള്ളിയും ഒന്നും വേണ്ട, പണ്ടുണ്ടായിരുന്ന പോലെ ഓലമേഞ്ഞ ആ പഴയ കുടീരം തന്നെ ഒന്ന് കെട്ടിത്തന്നാ മതി. അങ്ങനെ നാട്ടുകാർ കൂടാരം കെട്ടി ജുറൈജിനെ അവിടെ തന്നെ കുടിയിരുത്തിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. റസൂൽ എന്തിനാ ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത്? നമ്മളെ കഥ പറഞ്ഞ് രസിപ്പിക്കാനോ? വെറുതെ കഥ പറഞ്ഞ് രസിപ്പിക്കണ പണി അള്ളാഹുവിൻ്റെ റസൂലിനില്ല. ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 100 പാഠം ഉണ്ടാവും. ഇതിൽ നിന്ന് ഒരുപാട് പാഠമുണ്ട്. ഒരു പാഠം ഞാൻ ഇവിടെ പറഞ്ഞത്, ഉമ്മാന്റെ കുരുത്തക്കെട്. വലിയ ആബിദായ മനുഷ്യനാണെങ്കിലും ഉമ്മാന്റെ ശാപം വലിച്ചുപോയി. വേശ്യയെ കാണാതെ ഇവനെ നീ മരിപ്പിക്കരുതേ എന്നാ ഉമ്മ ദ്വാരന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. അത് ഫലിച്ചു. ആള് വലിയ ആബിദായിരുന്നു. പക്ഷെ ഉമ്മ വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല, ഇബാദത്ത് ചെയ്യായിരുന്നു. ഇബാദത്തിനടക്കം അള്ളാഹുവിനോടുള്ള കടമ പാലിക്കണം, മാതാപിതാക്കളോടുള്ള കടമയും പാലിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? സംഗതി കുരുത്തക്കേടിന് അങ്ങനെ സംഭവിച്ചെങ്കിലും ജുറൈജിനെ പിടിക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. അതാണ് രണ്ടാമത്തെ പാഠം. ഉമ്മാന്റെ കുരുത്തക്കേട് കൊണ്ട് ജുറൈജിനൊരു പരീക്ഷണം ഉണ്ടായെങ്കിലും ജുറൈജിനെ പിടികൂടാൻ ശത്രുക്കളായ നാട്ടുപ്രമാണിമാർക്ക് സാധിച്ചില്ല. എന്താ കാരണം? ജുറൈജ് സത്യസന്ധനായിരുന്നു, ജുറൈജ് അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നു, ജുറൈജ് മുത്തഖിയായിരുന്നു, ജുറൈജ് നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് മിണ്ടാൻ കഴിയാത്ത കുട്ടിയെ കൊണ്ട് അള്ളാഹു സംസാരിപ്പിച്ചു. ജുറൈജിന്റെ സത്യസന്ധത അള്ളാഹു തെളിയിപ്പിച്ചു. അത് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, അള്ളാഹു കൂടെയുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന പാഠം. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അള്ളാഹുവിന്റെ റസൂല് ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ ശരിക്കും നാം പാലിക്കണം. ആ കാര്യത്തിൽ യാതൊരു വീഴ്ചയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ വിശുദ്ധമായ രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു. ഇത് റമദാനിന്റെ ഒരാനന്ദമായിട്ട് നിങ്ങളും ഞാനും ആദ്യമേ പരിഗണിക്കണം. പരിശുദ്ധ റമദാനിന്റെ ഒരാനന്ദമാണ് ഈ കൂടലും ഈ ഒത്തുചേരലും. റമദാൻ ഒരുപാട് ആനന്ദങ്ങളുണ്ട്. ലിസ്സായിമി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് 2 ആനന്ദമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണ്, രണ്ടാമത്തേത് അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ആനന്ദമാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട ആനന്ദങ്ങൾ നോമ്പുകാരനുണ്ട് എന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. ഇത് മറ്റൊരാനന്ദമാണ്. പക്ഷേ റമദാനിലെ രാത്രിയാണെങ്കിലും ഞാൻ റമദാനിന്റെ പവിത്രതയിലേക്കോ മറ്റോ ഒന്നും കടന്നില്ലാതിരുന്നത് നമ്മൾ ഈ വിഷയത്തിന്റെ സമയം അതിനും കൂടി ഉപയോഗിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്നാലും റമദാനിന്റെ രാത്രി ചേർന്നൊരു യോഗത്തിൽ റമദാനിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കുന്നത് തെറ്റാണ്. റമദാനോടുള്ള കൂറ് നാം പൂർണ്ണമായി പാലിക്കണം. റമദാനിന്റെ ആവേശം നാം പൂർണ്ണമായി ഉൾക്കൊള്ളണം. റമദാനിനെ നമ്മൾ ഒരിക്കലും ഒരു ഭാരമായിട്ട് കണക്കാക്കരുത്. റമദാനിനെ ഭാരമായി കണക്കാക്കിയാൽ നമ്മുടെ ജീവിതം തന്നെ ഭാരമായി തീരും. ജീവിതം ഭാരമായി തീർന്നവന് നാളെ മരണവും ഭാരമായി തീരും. അതുകൊണ്ട് പരലോകം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ പരലോകത്തിലേക്ക് വിജയിയായി എത്താനുള്ള വഴിയാണ് പരിശുദ്ധ റമദാൻ എന്ന് മനസ്സിലാക്കണം. കിസ് ഖദർ തും പർ ഗിറാൻ സുബ്ഹ് കി ബേദാരി ഹേ, കിസ് ഖദർ തും പർ ഗിറാൻ സുബ്ഹ് കി ബേദാരി ഹേ,
हमसे कब प्यार है हाँ नींद तुम्हें प्यारी है हमसे कब प्यार है हाँ नींद तुम्हें प्यारी है तब आजाद पे तब आजाद पे क़ैद रमज़ान भारी है. അല്ലാമ ഇക്ബാൽ പാടുകയാണ്. ഇക്ബാൽ പാടാത്ത വിഷയം റമദാനും ഇക്ബാൽ പാടിയിട്ടുണ്ട്. പെരുന്നാൾ എടുത്തു നോക്കിയാൽ അതിനെപ്പറ്റി ഇക്ബാൽ പാടിയിട്ടുണ്ടാവും. നിസ്കാരം എടുത്തു നോക്കിയാൽ അതിനെക്കുറിച്ചും ഇക്ബാൽ രണ്ട് വർത്താനം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. റമദാൻ മാസത്തെ പറ്റിയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, സുബ്ഹിക്ക് എഴുന്നേൽക്കൽ നിനക്ക് ഭാരമാണോ? കിസ് ഖദർ തും പർ ഗിറാൻ സുബ്ഹിക്ക് ബേദാരി ഹേ. സുബ്ഹിക്ക് രാവിലെ ഉണരൽ നിനക്ക് എത്രമാത്രം ഭാരമാണ്. हमसे कब प्यार है हाँ नींद तुम्हें प्यारी है. നമ്മോട് നിനക്ക് എത്ര ഇഷ്ടമുണ്ട് അള്ളാഹു ചോദിക്കുന്നതായി മഹാകവി പറയുന്നു. നിനക്ക് ഉറക്കത്തോടല്ലയോ ഇഷ്ടം? എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നീ സുബ്ഹിക്കുണയുമായിരുന്നു. നിനക്ക് എന്നോടല്ല ഇഷ്ടം, നിനക്ക് നിദ്രയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. തബ് ആസാദി പേ ഖൈദ റമസാൻ ഭാരി ഹേ. നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഈ ഓട്ടപ്പാച്ചിലിൽ നിനക്ക് റമദാൻ ഒരു ജയിലാണ്, ഭാരമാണ്. നോമ്പ് നോൽക്കണം, പട്ടിണി കിടക്കണം, കയ്യെത്താവുന്ന ദൂരത്തുള്ള പാനീയം തുടരുത്, ദാഹമാണ്, കുടിക്കരുത്, വിശപ്പാണ്, കഴിക്കരുത്, തിരിയരുത്, നോക്കരുത്, ഭാര്യയുമായി ബന്ധമില്ല, ലൈംഗികമായ വികാരങ്ങളില്ല, ചിന്തകളില്ല, എല്ലാറ്റിൽ നിന്നും മുക്തമായി ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവുമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുമായി മാത്രം കഴിയണം. അതൊരു ഭാരമാണ്. അത് നിനക്ക് ഭാരമല്ലയോ? അല്ലാമ ഇക്ബാൽ ചോദിക്കുകയാണ്, തബ് ആസാദി പേ ഖൈദ് റമസാൻ ഭാരി ഹേ. നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ നിനക്ക് റമദാനും ഭാരമാണോ? ഈ വക കാര്യങ്ങൾ കൊണ്ടാ ഇക്ബാലിനെ ഇഷ്ടപ്പെടണമെന്ന് പറയണത്. ഇക്ബാലിനെ എന്നെ പോലുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും. അല്ലാതെ ചില ആൾക്കാർ മനസ്സിലാക്കിയ മാതിരി പാട്ട് പാടിയ ആളായതുകൊണ്ടല്ല. പാട്ടുപാടെ വേറെ പലരും പാടിയിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിനെ എങ്ങനെ വ്യാഖ്യാനിച്ചതുകൊണ്ടാണ്. ദീനുൽ ഇസ്ലാമിനെ എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത് ഇക്ബാലല്ല, വേറെ ആരാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടും. ഇത്ര രസകരമായ ഭാഷയിൽ അദ്ദേഹം അത് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ വിശുദ്ധമായ ഈ രാവിൽ നാം അതിന്റെ ഗൗരവത്തോടുകൂടി ഈ രാവിനെ ഉൾക്കൊള്ളുകയും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുമായി നാം നമ്മുടെ നിമിഷങ്ങളെ ചെലവഴിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, കാലപ്രവാഹം മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കണ്ടവനെ നാളെ കാണുമെന്നുറപ്പില്ല. ഇന്നലെ കണ്ട മുഖം ഇന്ന് മരിച്ചു കിടക്കുന്ന മയ്യിത്താണ്. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ മരിച്ചെന്ന് കേട്ടെന്ന് പറഞ്ഞ ബന്ധു അടുത്ത ദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി കാണാൻ വേണ്ടി പോയിരുന്നു. അന്ന് മരിച്ചിട്ടില്ല, അന്ന് ജീവിക്കുന്ന തടിയാണ്, ഇന്ന് മരിച്ച മയ്യിത്താണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതിനൊന്ന് ഗൗരവത്തോടെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ വെച്ചത്. ഇതിൻ്റെ ചർച്ചയുടെ ഉദ്ദേശവും അതാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. എൻ്റെ വാക്കുകൾക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ ഇത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ഇത്തരം വിഷയങ്ങളിലുള്ള താല്പര്യം ആളുകൾക്ക് കുറഞ്ഞു വരുന്നു. അതിനൊരു കാരണം ഞാൻ ഈ വലിയ സദസ്സുമായിട്ടൊരു സംഗതി പങ്കുവെക്കാം. ഇന്ന് എല്ലാവർക്കും താല്പര്യം ഖണ്ഡനങ്ങളിലും വിവാദങ്ങളിലും വാദപ്രതിവാദത്തിലും മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വർത്താനല്ലാതെ. അങ്ങനെയുള്ള വർത്താനത്തിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കാന്നറിയോ? എന്താ സംഭവിക്കുക? അടിസ്ഥാനപരമായ കാര്യങ്ങളവിടെ മാറ്റിവെക്കപ്പെടും. നിസ്സാരമായതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ സാരമായത് അവിടെ മാറ്റിവെക്കപ്പെടും. ഇതൊരു സത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം മാറ്റിവെച്ചുകൊണ്ടേ പ്രധാനമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോകാൻ കഴിയൂ. നിങ്ങൾ പ്രധാനപ്പെടാത്തതിൻ്റെ പിന്നാലെയാണ് പോണതെങ്കിൽ പ്രധാനപ്പെട്ടതിനെ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് ജീവിതത്തിലെ ഒരു സാധാരണമായിട്ടുള്ള ഒരു സത്യമാണ്. മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പരലോകത്തെക്കുറിച്ചുള്ള ചർച്ച, മരണത്തെക്കുറിച്ചുള്ള ചർച്ച. ഇന്ന് എവിടെ? ഇന്ന് ചർച്ചകളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ 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 കുറവാണ്. ഇന്ന് പ്രസംഗിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്കും താല്പര്യം വിവാദമാണ്, കേൾക്കുന്ന ആൾക്കാർക്കും താല്പര്യം വിവാദമാണ്. അതല്ലെങ്കിൽ കേൾക്കാൻ തന്നെ ആളെ കിട്ടൂല എന്ന അവസ്ഥയിലേക്ക് ഇന്ന് കാര്യം അതപ്പതിച്ചിരിക്കുന്നു. ആ പോക്കിന്റെ ഇടയിൽ തീർച്ചയായും നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലക്കാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്ന ഈ വിഷയം നാം ചർച്ചക്കെടുത്തിട്ടുള്ളത്. മരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പരലോകം അതിലേറെ പ്രധാനപ്പെട്ട വിഷയമാണ്.
അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശവും കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടിയായിട്ട് പറഞ്ഞു തരുന്നു, ഒരു വിവാദവും ഒരഭിപ്രായ വ്യത്യാസവും ഒരു ചർച്ചയും ഒരു ഖണ്ഡന മണ്ഡനവും ഒരു വാദപ്രതിവാദവും ഒരു കുതർക്കവാദവും ഈ വിഷയത്തിൽ കടന്നു വരില്ല. മരണത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഐക്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലും ഐക്യമാണ്. മരിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ, ഒന്നും വരെ ഉണ്ടായിട്ടില്ല. ഞാൻ മരിക്കൂല എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് വരെ. അതുകൊണ്ട് ഐക്യമുള്ള ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള വിഷയങ്ങളെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായ വിഷയങ്ങൾ. ഈ വിഷയങ്ങളിൽ നിന്ന്, വളരെ പ്രധാനപ്പെട്ടതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ചെറിയ ചെറിയ അപ്രധാനമായ കാര്യങ്ങളെ നാം അതിൻ്റെ ഗൗരവത്തോടുകൂടി മാത്രം കണ്ടാൽ മതി. ഏത് സാധനത്തിനുണ്ട് ഗൗരവവും ഗൗരവമില്ലായ്മയൊക്കെ. ഗൗരവമുള്ളതിന് ഗൗരവം കൊടുക്കണം, ഗൗരവം കുറഞ്ഞതിന് ആ ഗൗരവേ കൊടുക്കാവൂ, വർദ്ധിച്ച ഗൗരവം കൊടുക്കരുത്. മതത്തിലും ശാസ്ത്രത്തിലും എന്നാണ് നമ്മുടെ വിഷയം. സ്വാഭാവികമായും ആ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒരു ധാരണ ഞാനിവിടെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. പരലോകവും മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനും നാളെ അനുഭവിക്കാനുമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മേഖലകളാണ്.